നിതിനെ, നീ രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് പോകണം. നിനക്ക് 45 മണിക്കൂർ റെസ്റ്റാണ്. എനിക്കത് അറിയാമെന്ന് പറഞ്ഞു കേട്ടാ. നമ്മുടെ കമ്പനീൻ്റെ ഡിപ്പാച്ചറാണ് ഒരാൾ. അപ്പോൾ ഞാൻ രാവിലെ ആയിക്കോട്ടെ അല്ല, ആ പുള്ളിക്കാരോട് പറഞ്ഞ് ഞാൻ ആയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ രാവിലെ വണ്ടി എടുത്തിട്ട് വന്നു കേട്ടോ. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടോട്ട് ഇപ്പം നമ്മൾ ഫ്രാൻസിൽ ഉള്ളേരിയ, അതായത് ലോക്കൽ റോഡിൽ കയറ്റി വിട്ടു കേട്ടോ. ഔട്ടർ റോഡ്, ടോൾ റോഡിൽ ഓടി വന്നിട്ട് നമ്മൾ ഔട്ടർ റോഡിൽ കയറ്റി വിട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് വിടും കേട്ടോ. ആ പാട് 1 മണിക്കൂറുണ്ട്. ഇവിടെ എവിടെയും പാർക്കിംഗ് ഇല്ല, ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇന്നാണെങ്കിൽ വീക്കെൻഡാണ്. അപ്പം 9 മണിക്ക് മുമ്പേ വണ്ടി സൈഡാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും സൈഡാക്കാൻ നോക്കിയിട്ട് ഒരു സ്ഥലവും കിട്ടുന്നില്ല. നല്ല സ്ഥലം നോക്കിയാൽ സൈഡാക്കാൻ പറ്റുള്ളൂ വണ്ടി. ഇല്ലെങ്കിൽ വന്നിട്ട് ചിലപ്പോൾ കള്ളന്മാരുടെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നമുക്കും ബുദ്ധിമുട്ട് വരും കേട്ടോ. നമ്മുടെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് നല്ല നല്ല സ്ഥലം നോക്കിയാൽ നിർത്താൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ അന്നേരത്തേക്ക് ഒരു തരത്തിൽ പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ആകെപ്പാടെ പെട്ട് പണ്ടാരം അടങ്ങിയിട്ടാണ്. ഇന്നലത്തെ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്താണ്, നല്ല നല്ല ഡിപ്പാച്ചേഴ്സുകളും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പെടൽ പെടും. ഫുള്ള് ടൗൺ ഏരിയ കേട്ടോ. 50, 40, 30, 50 ഇങ്ങനെയൊക്കെ തന്നെ പരിപാടി. ഇതാണ്ട, ഇതൊക്കെ വലിയ ടൗണാണ്. ഈ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കളിപ്പിക്കുന്നത് നമ്മള്. ഇതല്ല വലിയ ടൗണ്. ഞാൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഫുള്ള് വലിയ ആന ടൗണുകളാണ്. കറക്റ്റ് ഒരു വണ്ടി വരുന്ന സൈസ് റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. എന്താ ചെയ്യാന്ന് പറയും, ഓരോ നല്ല നല്ല ഡിപ്പാച്ചേഴ്സ് ആകുമ്പോൾ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇത് ബ്രെഡ് കടയാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, ബ്രെഡ് കട അങ്ങനെ മാത്രമേ രാവിലെകൾ തുറക്കുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ചായക്കടയൊന്നും ഇല്ല ഇവിടെ. കേട്ടോ, എല്ലാം ടൗണാണ് കേട്ടോ. ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്.